ഇനി ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്ക് കുരിശിൻ്റെ വഴി ഓരോന്നായിട്ട് ധ്യാനിക്കാം. ഇന്ന് ഒന്നാം സ്ഥലം ഈശോ മിശിഹാ മരണത്തിനായിട്ട് വിധിക്കപ്പെടുന്നു. ഈ ഒരു പുസ്തകത്തിലെ അവസാനത്തെ പാരഗ്രാഫിലോട്ട് അടുക്കുമ്പോൾ ഒരു വാചകം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനെ വിധിക്കപ്പെട്ടു. എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. പലപ്പോഴും നമ്മളിങ്ങനെയാണ്. ചില മുൻധാരണകളോടുകൂടി ചില ആൾക്കാർ നമ്മൾ വിധിക്കാറുണ്ട്. ഒരുപക്ഷെ അവൻ്റെ പ്രവൃത്തികളോ അല്ലെങ്കിൽ അവൻ്റെ വാക്കുകളോ കൊണ്ടായിരിക്കും നമ്മൾ അവനെ വിധിച്ചു പോകുന്നത്. നമ്മൾ അവൻ്റെ ഉള്ളറിയാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആരെയും വിധിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇതിനെ കുറച്ചുകൂടി ശക്തമായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? ഈ ഒരു വചനം കൂടി നമുക്ക് ധ്യാനിക്കാം ഈ വരുന്ന ദിവസങ്ങളിൽ. ഒരിക്കലും ഒരു മനുഷ്യനെ വിധിക്കാതിരിക്കാൻ, പകരം അവരെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള കൃപക്കായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.